അസ്റ്റാപ്പൊക്കെ പൊളി, എൻ്റെ പോലെ രോമൊക്കെ എഴുന്നിട്ട് നൃത്തം കളിക്കുന്നുണ്ട്. എന്ത് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞാലും ഒരു വിജയപടം എന്ന് പറയുമ്പം അത് തിയേറ്ററിൽ വരുന്ന ഒരു ഓളം. അണ്ണൻ്റെ ഫൈനൽ പടം ആയതുകൊണ്ട് കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. രക്തബന്ധം കൊണ്ടല്ല, കർമ്മബന്ധം കൊണ്ട് എനിക്കൊരു അണ്ണനുണ്ട്. അതാണ് ജോസഫ് വിജയണ്ണൻ. തമിഴ്നാട് അണ്ണാ ലാസ്റ്റ് ടൈം വൺ ടൈം பார்க்க വന്നിരിക്കും. ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പാറ്റം പഴുതാരെയൊന്നും പ്രോത്സാഹിപ്പിക്കാതെ ഇത്തരം പടമൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഇതുപോലത്തെ മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് വരട്ടെ. തമിഴ്നാട് CM രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുമ്പ് അഭിനയിച്ച ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ ഒരു ഫസ്റ്റ് ഹാഫ്? ഇഷ്ടപ്പെട്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം വനിതാ വിനീത തിയേറ്ററിലാണ്. എങ്ങനെയുണ്ട് പോനെ പടം? അടിപൊളി. ഓ വിജയ് പൊളി. ആ അസ്റ്റാപ്പൊക്കെ പൊളി, എൻ്റെ പോലെ രോമൊക്കെ എഴുന്നിട്ട് നൃത്തം കളിക്കുന്നുണ്ട്. അനിരുദ്ധിൻ്റെ BGM ഒരു രക്ഷയില്ല മോനെ, കിടിലം സാധനം, അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ കണ്ടതൊന്നുമല്ല, ബാലയുടെ പടമൊന്നുമല്ല കേട്ടോ. ബാലയൊക്കെ നമ്മൾ വെറും തത്തരിയുടെയാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പാറ്റം പഴുതാരെയൊന്നും പ്രോത്സാഹിപ്പിക്കാതെ ഇത്തരം പടമൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഇതുപോലത്തെ മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് വരട്ടെ. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ചേട്ടാ സത്യം പറയാമല്ലോ, ഞാനൊരു വിജയ് ഫാനാണ്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ സത്യം ഒരു അന്ധ ഫാനാണെന്ന് വിചാരിക്കരുത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫ്ലാഷ് ബാക്ക് ഇൻ്റർവെൽ സീനും തളപതി കച്ചേരി ഡാൻസും പിന്നെ ഒരു സീനുണ്ട്. ആ സീൻ എന്ന് വെച്ചാൽ ഒരു ഗോഡ് മോഡ് ലെവലിൽ നമ്മുടെ ഒരു അഴിഞ്ഞാട്ടുണ്ട്. ആ സീൻസൊക്കെ കണ്ടപ്പോൾ വിജയുടെ കുറച്ച് സീൻസ് ഉണ്ട്, പീക്കിലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബോബിയുള്ളവർ പറഞ്ഞ സ്ക്രീൻ പ്രസൻസ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഒരു നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഫ്ലാഷ് ബാക്ക് കുറച്ചൊക്കെ കാണിച്ച് തിയേറ്റർ കീറി വിളയായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തായിരിക്കും എന്ന് കണ്ടാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനാണെങ്കിൽ കുറേ പേര്, ഞാൻ ഈ സിനിമ ലീക്കായിപ്പോൾ കണ്ടതുപോലെയില്ല. കുറേ പേര് പറഞ്ഞിങ്ങനെ ഇത് അവരാധ പടമാണ്. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് ആ ഒരു എക്സ്പീരിയൻസിലാണോ എന്നത്. പക്ഷേ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ടൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു കയ്യടി ഇല്ലായിരുന്നു. ഇതിന് വന്നപ്പോൾ കുറേ സീന് കീറി വിളി കയ്യടിയൊക്കെ ആയിരുന്നു. നോക്കിയപ്പോൾ കുറേ പേരൊക്കെ എഡീറ്റ് ചെയ്ത് കയ്യടി. അങ്ങനത്തെ ഒരു വിജയ് ഫാനെന്ന നിലയിൽ കണ്ട എനിക്ക് തന്നെ രോമൻ അണ്ണ തെറിച്ച് തൂക്കി വിട്ട്. ഭഗവത് കേസരി തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അണ്ണൻ്റെ ഫൈനൽ പടം ആയതുകൊണ്ട് കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. ആവറേജ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. நல்லா இருக்கு, மூவி நல்லா இருக்கு. നല്ലതാണ്, കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം കുഴപ്പമില്ല. കണ്ടോണ്ടിരിക്കാം. ഇനിയിപ്പോൾ അടുത്ത പോർഷൻ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ബാക്കിയൊന്നും. ലാസ്റ്റ് പടമായിട്ടുള്ള ഒരു ആവേശമാണ്. അതെ, വിജയുടെ ഫാനായതുകൊണ്ട് ഇതിൽ നല്ല രീതിയിൽ കൊണ്ടു. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ്? എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ്? കൊള്ളാം, നല്ലോണം ആവേശം പൊളിപ്പടം. അങ്ങനെ പറയാൻ കാരണം അണ്ണന്റെ മെയിൻ ഫാൻ. പിന്നെ അടിപൊളി, രസമുണ്ട്, സൂപ്പർ. ഓ കൊള്ളാം ചേട്ടാ. ദളപതിയുടെ ഒരു വലിയ ഫാനാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ട ഉണ്ണിക്കണ്ണനാണ്. പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? പടം അടിപൊളി, പടം തൂക്കി, നല്ലൊരു സൂപ്പർ ഒരു പടമാണ്. എന്തായാലും അടിപൊളി. ലൊക്കേഷനിലെല്ലാവരും ഒന്ന് പോയത്? അതെ, പ്രതീക്ഷിച്ച അത്രയും ഒരു ഹൈപ്പിലെത്തിയോ? ഉറപ്പാണ്, തീർച്ചയായിട്ടും അടിപൊളി, തകർത്തു. പറയാൻ രക്തബന്ധം കൊണ്ടല്ല, കർമ്മബന്ധം കൊണ്ട് എനിക്കൊരു അണ്ണനുണ്ട്. അതാണ് ജോസഫ് വിജയണ്ണൻ, എൻ്റെ സ്വന്തം അണ്ണൻ. ഉണ്ണിക്കണ്ണൻ മകളുടെ ഒന്നുമല്ലാത്ത ഉണ്ണിക്കണ്ണനെ ലോകം അറിയിച്ചത് നമ്മുടെ വിജയണ്ണനാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമയിൽ അഭിനയിക്കാൻ. തകർന്നു പോയി ഉണ്ണിക്കണ്ണൻ തിരിച്ചു കൊണ്ടുവന്ന തലവരെ മാറ്റിയ തലവതി അണ്ണനാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി. രജനീകാന്ത് സാറിൻ്റെ പടം കിട്ടിയിട്ടടക്കം മരിക്കാൻ പോയി ഉണ്ണിക്കണ്ണനെ തലവരെ മാറ്റിയ തലവതിയാണ്. ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. നല്ല പടം. കാരണം നമ്മളൊരു സെലിബ്രേഷൻ പോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇൻ്റർവെല്ലായിട്ടേ ഉള്ളൂ, പക്ഷേ ഗംഭീര ഒരു അനുഭവം തന്നെയാണ്. കാരണം പാട്ടുണ്ട്, നമുക്ക് ഡാൻസ് ഉണ്ട്, ആക്ഷനുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, വിജയ് അവിടെ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും തിയേറ്ററിൽ വീണ്ടും ഇതൊക്കെ കണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രേഷൻ മൂഡ് പടമാണ് ജനനായകൻ. പ്രേക്ഷകരുടെ ഒരു റിയാക്ഷനൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ ആ പേര് എഴുതി കാണിക്കുമ്പോൾ തന്നെ വൻ ക്ലാപ്പും ഭയങ്കര കയ്യടിയാണ്, നിലയ്ക്കാത്ത സൗണ്ടും ഒക്കെ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഒരു പാട്ടിൽ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആയിരുന്നാലും ഓഡിയൻസും തിരിച്ചും നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം എവറി മൊമെൻറ്റിലും ആക്ഷൻ ആണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ആ ഒരു ഗൂസ് ബംസ് ഓരോ പ്രേക്ഷകരിലും കിട്ടുന്ന രീതിയാണ് തിയേറ്ററിൽ കാണുന്നത്. കാരണം എന്ത് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞാലും ഒരു വിജയപടം എന്ന് പറയുമ്പം അത് തിയേറ്ററിൽ വരുന്ന ഒരു ഓളം ഒരിടത്തും കിട്ടത്തില്ല. കാരണം അത്രയ്ക്ക് ഫ്രഷ്നെസ്സോടെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ കുറേ പുതിയ എലമെൻറ്റ് മ്യൂസിക്കിൽ അനിരുദ്ധ് ചേർത്തിട്ടുണ്ട്. ചെറിയ സർപ്രൈസും ആൾക്കാർ കിട്ടുന്നുണ്ട് പ്രതീക്ഷിക്കുന്നതിനപ്പുറം. സെക്കൻഡ് ഹാഫ് അതിനെക്കാട്ടിയും കൂടുതൽ എന്തെങ്കിലും കാണുന്നുള്ളതാണ് പ്രതീക്ഷ. പടം സൂപ്പറായിരിക്കും. വ്യത്യസ്തമായി തോന്നിയത് എനിക്ക് CM തമിഴ്നാട്
அண்ணா லாஸ்ட் டைம் ஒன் டைம் பார்க்க வந்திருக்கோம். மாஸ் ஆக்ட் பண்ணியிருக்காரு. நான் அண்ணா லீக்டு வீடியோ கூட பார்க்கல. ஃபர்ஸ்ட் டைம் இது பார்க்கக்கூடாதுன்னு சொல்லி லாஸ்ட் ஷோ வந்து பார்க்க வந்திருக்கோம். அண்ணா மாஸ். സിനിമ പോലെ തന്നെയാ CM? ஆ எஸ் 6 மந்த்தாக வெயிட் பண்ணிருக்கோம் மூவிக்கோசரம். இன்டர்வல் நல்லாயிருக்கு, சூப்பராக இருந்துச்சு. சீரீஸில் நல்லாயிருக்கு. நீங்களும் போய் பாருங்க, படம் மாஸ். നല്ല സൂപ്പറായിട്ടുണ്ട്. ആ സൂപ്പറാണ്. ആ പ്രതീക്ഷിച്ചോ? എക്സ്പെക്ട് ചെയ്തത് വിட അധികപക്ഷമുണ്ട്. സൂപ്പറായിട്ടുണ്ട്. തമിഴാണ്. നിങ്ങളുടെ CM? ആ വിജയുടെ ഫാനാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ വന്നത്. നിങ്ങളുടെ CM അല്ലേ? ആ എങ്ങളുടെ CM ആണ്, അണ്ണനാണ്. ഓക്കെ. ആ സൂപ്പർ. ആ ഇഷ്ടപ്പെട്ടോ വിജയ് സാർ? ആ എന്താ ഇഷ്ടപ്പെട്ടത്? ഫൈറ്റ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ വളരെ മികച്ചൊരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ പോലും കൊച്ചിയിൽ വന്ന് ഈ സിനിമ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും നല്ല പടമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേർ പറയുന്നത് ഇത് വിജയുടെ അവസാന പടമായതുകൊണ്ട് കാണാൻ വന്നവരുമുണ്ട്. എങ്കിലും നമുക്കൊരു മികച്ച പടമെന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് കാണുന്നവർ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.